കേരളത്തിന്റെ മുഖശ്രീയാണ് ഇന്ന് ലോകത്തിനാകെ മാതൃകയായ കുടുംബശ്രീ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമാക്കുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹികമായ നില കൂടി മെച്ചപ്പെടുത്താനാണ് 1998 കുടുംബശ്രീ നിലവിൽ വരുന്നത്. ശൂന്യതയിൽ നിന്നായിരുന്നില്ല കുടുംബശ്രീയുടെ പിറവി. ജനക്ഷേമം ലക്ഷ്യമിട്ട ഒരു സർക്കാരിന്റെ ഇച്ഛശക്തിയും രാഷ്ട്രീയ അർപ്പണവും അതിന് പിന്നിലുണ്ട്. EK നായനാർ നേതൃത്വം നൽകിയ അന്നത്തെ ഇടത് മന്ത്രിസഭ വളരെ കൃത്യമായ ആശയത്തോടെ രൂപപ്പെടുത്തിയെടുത്ത കുടുംബശ്രീ സംവിധാനം 1998 മെയ് 17 മലപ്പുറത്ത് വെച്ച് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം നിർവഹിച്ചു. തുടക്കം മുതലേ പുരുഷാധിപത്യ സമൂഹത്തിന്റെ എല്ലാവിധ പരിഹാസങ്ങളും നിരന്തരമുള്ള താഴ്ത്തിക്കെട്ടലുകളും അതിജീവിച്ചുകൊണ്ടാണ് കുടുംബശ്രീ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അന്തസ്സോടെ പണിയെടുക്കാനുള്ള മനസ്സ് ഒരു വിദ്വേഷിക്കും തകർക്കാൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു. അടുക്കളയിൽ ഒതുങ്ങി നിന്ന വീട്ടമ്മമാരെ വ്യവസായികളും വ്യാപാരികളും സേവനദാതാക്കളുമൊക്കെയാക്കി മാറ്റിയ കുടുംബശ്രീക്ക് 100 വിജയകഥകളുണ്ട്. നാടിനെ വൃത്തിയാക്കിയും നാട്ടുകാരെ ഊട്ടിയും പ്രതിസന്ധികളുടെ അസുഖകാലത്ത് മുന്നിട്ടിറങ്ങിയും ഇന്ന് 26 വർഷത്തിലേക്ക് എത്തുമ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അംഗങ്ങളായ സംഘടിത ശക്തിയായി കുടുംബശ്രീ മാറിക്കഴിഞ്ഞു. അയൽക്കൂട്ടങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികളും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റികളും ഉൾപ്പെടുന്ന കൃത്യമായ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. നൂതന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്ന മികച്ച ജനസേവന പരിപാടിക്ക് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര സുവർണ പുരസ്കാരം 119 രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളോട് മത്സരിച്ച് നേടിയെടുക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു എന്നത് എടുത്തു തന്നെ പറയേണ്ട ഒന്നാണ്. ഇന്ന് 26 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ പുതിയൊരു മുന്നേറ്റത്തിനു കൂടി ഒരുങ്ങുകയാണ് കുടുംബശ്രീ. അയൽക്കൂട്ടാംഗങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്നേഹഭരിതമായ കൂട്ടായ്മയ്ക്കും എന്നിടം എന്ന കൾച്ചറൽ റീക്രിയേഷൻ സെന്ററുകൾ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ADSകളിലും അട്ടപ്പാടിയിലെ ഊര് സമിതികളിലും മാനവികതയുടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ നിലവിൽ വരുമെന്ന് ഇന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ വലിയൊരു പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ അളവില്ലാത്ത അഭിമാനവും തോന്നുന്നു.